വ്യാജ വോട്ട് വിവാദത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പ്രതികരിച്ച് തൃശൂർ എംപിയും നടനുമായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിഹാസവും അതിശയവും അടങ്ങുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആരോപണം ഉന്നയിക്കുന്ന വാനരന്മാർ എന്നാണ് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത്. ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് DCC അധ്യക്ഷന്മാരും രംഗത്ത് വന്നു. തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാർജറ്റ്, മുൻ എം.പി കൂടായ TN പ്രതാപൻ, മുൻ MLA അനിൽ അക്കര തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെ പ്രധാനമായും വോട്ട് വിവാദത്തിൽ ആരോപണമായി രംഗത്ത് വന്നിരുന്നത്. ദിവസങ്ങൾ ഏറെയായിട്ടും സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ഇന്ന് തൃശൂരിൽ എത്തിയ വേളയിൽ നടത്തിയ ആദ്യ പ്രതികരണത്തിലായിരുന്നു അധിക്ഷേപത്തിനുള്ള മറുപടി താരം നൽകിയത്. സുരേഷ് ഗോപിയെയും കുടുംബത്തിനെയും വോട്ടുകൾ സംബന്ധിച്ച വിവാദത്തിന് പിന്നാലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇരട്ട വോട്ടും വ്യാജ വോട്ടും തെളിവ് സഹിതം കോൺഗ്രസ് ഉന്നയിച്ചു. ഇവർക്കെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ മന്ത്രിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. രാവിലെ ഗുരുവായൂരിൽ പോയ ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ മാല ചാർത്താൻ എത്തിയത്. ശേഷമായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ ഉന്നയിച്ച എല്ലാ വിഷയങ്ങൾക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ട അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നടത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മറുപടി പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ചോദ്യമുണ്ടെങ്കിൽ അവിടെ ചോദിച്ചോളൂ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി ചോദിക്കാം. ഇവിടെ നിന്ന് കുറച്ച് വാനന്മാർ ഇറങ്ങിയല്ലോ. ഓരോ ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോട്ടെ. അക്കരെയായാലും ഇക്കരെയായാലും അവിടെ പോയി ചോദിക്കാൻ പറയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വാനരന്മാർ അക്കരെ ഇക്കരെ തുടങ്ങിയ സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളാണ് വിവാദമായത്. വ്യാജ വോട്ട് സംബന്ധിച്ച് യാതൊന്നും സുരേഷ് ഗോപി പറഞ്ഞതുമില്ല. എല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചോദിക്കൂ എന്നാണ് പ്രതികരണം.